വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടം എന്ന നാട്ടുകാരുടെ സ്വപ്നം സഫലമായി. എന്നാൽ ഇന്ന് ആ അങ്കണവാടി പഴയതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. പാട്യം പഞ്ചായത്തിലെ ചീരാറ്റ കുന്നിന് താഴെ അങ്കണവാടിയാണ് ഈ ഒരു അവസ്ഥയിലായത്. ഇതാണ് കുന്നിന് താഴെ അങ്കണവാടിയുടെ കെട്ടിടം. ഈ കെട്ടിടം ഒരു മാസത്തോളമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്കണവാടി പ്രവർത്തിക്കുന്നതാവട്ടെ ഇതിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലുമാണ്. അപ്പോൾ ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷത്തിന്റെ മേലെയായി പ്രദേശത്ത് കുന്നിനതായ പ്രവർത്തിച്ചു വരുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇതിനെ കണ്ടത്. കാരണം ഞങ്ങളെ കൊച്ചുമക്കളെ ചെറിയ മക്കളുടെ ഒന്ന് പഠിപ്പിക്കുക, അവർ നല്ലൊരു ബിൽഡിങ്ങിലാവണം, നല്ലൊരു സുരക്ഷിത ബോധത്തോട് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു മാസം കഴിയുന്ന ജൂൺ മാസത്തിൽ ഒരു ചോർച്ച തുടങ്ങിയിരിക്കുന്നത്. അപ്പം പരാതിപ്പെട്ട് അങ്ങനെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു. അപ്പോഴാണ് കിച്ചൻ്റെ ഭാഗത്ത് വിള്ളലുണ്ടായി. 15 വർഷത്തോളം പ്രദേശത്തെ മദ്രസയിലും കടയിലുമായാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. ഒരു നാട് ഒരു കുടുംബം എന്ന പ്രവാസി വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് അംഗൻവാടിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനായി 3 സെന്റ് സ്ഥലം വാങ്ങി നൽകിയത്. ഈ സ്ഥലത്ത് കെ ശൈലജ MLA ആയിരിക്കെ 2021-22 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. 2023 മെയ് 29 അന്നത്തെ MLA KP മോഹനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടടുത്ത മാസമുണ്ടായ മഴയിൽ തന്നെ കെട്ടിടം ചോർന്നൊലിക്കുകയും സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് ചുവരിൽ വിള്ളൽ വീഴുകയും ചെയ്തിരുന്നു. അന്ന് ചെറിയ അറ്റകുറ്റപ്രവൃത്തി നടത്തി ഇത് പരിഹരിച്ചിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് സ്റ്റോർ റൂമിന്റെ ഭാഗത്ത് ചുവരിൽ വീണ്ടും വലിയ തോതിൽ വിള്ളൽ വീഴുകയും കെട്ടിടത്തിൽ ചോർച്ച ഉണ്ടാവുകയുമായിരുന്നു. ഇത് കണക്കിലെടുത്ത് പഞ്ചായത്ത് കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. ഇതോടെയാണ് ഈ കെട്ടിടം പൂട്ടിയിട്ട് 11 കുട്ടികളുള്ള അംഗൻവാടിയുടെ പ്രവർത്തനം ഇതിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുകളിലെ നിലയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഈ പ്രശ്നം വന്നതിന് ശേഷം എല്ലാ സൗകര്യങ്ങളും എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ചെയ്തു കൊടുക്കഴിഞ്ഞാൽ റെഡിയാണ്, ഇതാകുന്നവരെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇത്തിരി പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് നമ്മളെ ഉദ്ദേശം. എന്നാൽ ഒരു മാസമാകുമ്പോഴും പഞ്ചായത്ത് അധികൃതർ വന്ന് പരിശോധന നടത്തിയതല്ലാതെ കെട്ടിടം ബലപ്പെടുത്തുന്നതിനൊപ്പം ചോർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പാസ്സാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരുന്നതും ഇവിടെ തുടർന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മോണിറ്ററിംഗ് കമ്മിറ്റി ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം വന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഒക്കെ വന്ന് പരിശോധിച്ച് ഇവിടെ വീണ്ടും പ്രവർത്തനം തുടങ്ങണം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനുശേഷം പലരും വന്ന് നോക്കുന്നുണ്ട്, എങ്കിലും ഒരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മാസം കഴിഞ്ഞല്ലേ, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ തുറന്ന മനസ്സോടുകൂടി ബഹുമാനപ്പെട്ട ഈ കർമ്മ സാഹിബ് അദ്ദേഹത്തെ വീട്ടിൻ്റെ മേലെ അതിന് സൗകര്യം ഉണ്ടാക്കി തന്നു. ബെഡ്റൂം വേണം എല്ലായിടത്തും മാറ്റിക്കൊണ്ട് അതിന് സൗകര്യം ഉണ്ടാക്കി തരിക. അപ്പോൾ ഇതുവരെയും കരാറുകാരനെ കാണുകയോ വന്ന് ചെയ്യുകയോ അതിനു വേണ്ടി പ്രവർത്തിക്കും. ഇന്നലെ സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറി പറഞ്ഞ് എഴുത്തയച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സ്വകാര്യ മേഖലക്കാണ് ഇത് കൊടുത്തത്, അവർക്ക് എഴുത്തയച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് വലിയ ഉറപ്പൊന്നും കാണുന്നില്ല. അതേസമയം വിള്ളൽ വീണ ഭാഗം എത്രയും വേഗം പുതുക്കിപ്പണിയാനും ചോർച്ച പരിഹരിക്കാനും കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.